ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ശത്രുക്കളുടെ തുടർ നീക്കം എന്താണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ നിങ്ങളുടെ ശത്രുക്കളുടെ തുടർ നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി നല്ല രീതിക്ക് നിങ്ങളൊരു പരിവമാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നല്ല രീതിക്ക് ഇപ്പൊ കുലുക്കുക എന്ന് പറയില്ലേ, നല്ല രീതിക്ക് കുലുക്കിയിട്ടുണ്ട്. ആ ഒരു കുലുക്കലില് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആഘാതം ഇപ്പോഴും മനസ്സിന്റെ ഒരു കോണിലുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിയറിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാണ്ടാക്കുന്ന പരിപാടികൾ, ഒരു ആളെ എത്രത്തോളം ഒരു മാനസിക ആഘാതങ്ങൾക്ക് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ ശത്രുസ്ഥാനം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ട് അതിൽ നിന്ന് നിങ്ങൾ റിക്കവേർഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ആ ഒരു ട്രോമ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൻ്റെ അകത്ത് അവിടെ ഇവിടെ ഉണ്ട്. കാരണം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ചില സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ മാത്രം അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, നിങ്ങൾ ചുറ്റിനും നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കാറുണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം ഇത് എന്താ പറയാ, ഈ ഒരാളെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതായത് എത്രത്തോളം ഇവരാഗ്രഹിക്കുന്നതിൻ്റെ പീക്ക് ലെവലിൽ കൊണ്ടുപോയി എത്തിക്കാൻ പറ്റുമോ ആ ഒരു ലെവലിൽ കൊണ്ടുപോയി എത്തിച്ച് അതെല്ലാം ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഒരു എന്താ പറയാ, ഒരു സൈക്കോയായിട്ടുള്ള ഒരു ആള്. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുസ്ഥാനങ്ങളെയൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശത്രു നിങ്ങളാവും. അതാണ് ഇതിലുള്ള പ്രശ്നം. നിങ്ങളുടെ ശത്രുസ്ഥാനം എന്ത് ചെയ്യും, ഞാനുമല്ല എൻ്റെ കയ്യുമല്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന അവസ്ഥ. ഈ കൈ നനയാതെ മീൻ പിടിക്കുന്ന അവസ്ഥകൾ. ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ശത്രുസ്ഥാനത്തിന് നടക്കുന്നുണ്ട്, ഉദ്ദേശങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും
നിങ്ങളുടെ ജീവിതത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തില് നിങ്ങളുടേതായിട്ടുള്ള മക്കളുടെ കാര്യങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികളെയോ ഒക്കെ എന്താ പറയാ തെറ്റി പിരിഞ്ഞ് വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിരുപാധികം പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കാൻ ശ്രമിച്ച് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. നിങ്ങൾക്ക് ദേഷ്യം വരും, സങ്കടം വരും, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സഹതാപം, അങ്ങനെയുള്ള പരിപാടികൾ വരുന്ന, കണ്ണീര് വരുന്ന ഒരവസ്ഥ. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്, ഇവിടെ എനർജി കിട്ടുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണ്ടേ? കാരണം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഇതെല്ലാവരോടും പറയാനായിട്ട് ശ്രമിച്ചോ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫലവത്താകാതിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾക്കറിയാം ആര് ആരാണ്, എന്താണ്. സോറി. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുമ്പോഴും വേണ്ടാത്ത കാര്യങ്ങൾ വിടാതിരിക്കുമ്പോഴുമാണ് നിങ്ങൾക്കത് ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോയി നിർത്തുന്ന കാര്യങ്ങൾ വരുന്നത്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എന്താ പറയാ, ചില സമയത്ത് വരുന്നതൊക്കെ വെച്ച് വരുന്നത് പോലെ വരട്ടെ എന്ന് നിങ്ങൾ സ്വന്തം സമാധാനത്തിലിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ, എത്രത്തോളം നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഫ്യൂച്ചറിന്റെ കാര്യങ്ങൾ ആലോചിച്ചല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഇങ്ങനെയാണ്, എൻ്റെ ഫ്യൂച്ചർ എന്താണ്, മക്കളുടെ ഫ്യൂച്ചർ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് മൊത്തത്തിലൊരു മെന്റലി നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള ബ്ലാക്ക് മാജിക് എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മക്കളിലോട്ട് പോകുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. മക്കളെ ബാധിക്കുന്നത്, മറ്റുള്ള കുടുംബാംഗങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഒന്ന് പരിഹരിക്കാൻ നോക്കുക. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്, അതിൻ്റെ പരിഹാരം എന്താണെന്ന് കമന്റിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പരിഹാരം പറയുക. കാരണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജീസ് ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നോക്കാതെ എന്ത് പരിഹാരം പറയും? അതിൽ ജനറലായിട്ട് നമ്മൾ പരിഹാരം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ആ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക. അത് ഞാൻ പറഞ്ഞു മതിയായതാണ്. വീണ്ടും എന്നിട്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരാൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കില്ല ഇപ്പുറത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുവാണെങ്കിൽ അതിലൊരു പെർഫെക്ഷൻ വേണ്ടേ? പെർഫെക്ഷൻ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് പറഞ്ഞിട്ടോ കാര്യങ്ങളില്ലല്ലോ. അല്ലാതെ അവിടെ ഇവിടെ തൊടാതെ ഇങ്ങനെ പരിഹാരം ചെയ്യോ അങ്ങനെ പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമില്ല. പെർഫെക്ഷനോടുകൂടി പല കാര്യങ്ങളും ചെയ്തിട്ട് പറഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഇവിടെ നിങ്ങളൊന്ന് പടികേറി വരും, വീണ്ടും നിങ്ങളൊന്ന് പിടിച്ച് താഴത്തിടും, പിന്നെയും നിങ്ങളൊന്ന് പടികേറാൻ ശ്രമിക്കും, നിങ്ങൾ പിന്നെയും പിടിച്ച് താഴത്തിടുന്ന ഒരവസ്ഥയാണ്. ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഇവരുടെ ഒരു അടിമയായിട്ട് നിലകൊള്ളാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഇതായിട്ടുള്ള ഇവര് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇവരായിരിക്കണം നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിന്റെയോ മൊത്തത്തിലുള്ള ഒരു കൺട്രോള് ഇവർക്ക് വേണം എന്നുള്ള രീതിയിൽ ഇവര് ചെയ്യുന്നത്. കാരണം ഇത് ഇത്തിരി
സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും ശത്രുതയും ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ നോർമൽ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് മറ്റൊരാളുടെ വിഷമത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അയ്യോ ആരും ആയിക്കോട്ടെ അവർ ഇത്ര വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സും കൂടി വിഷമിക്കുന്ന തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇത് മൊത്തത്തിലുള്ള ഒരു കുടുംബത്തിന്റെ ഒരു ആണിക്കല്ല് ഇളക്കിയിരിക്കുന്നതും ഇനി ഇളക്കാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള ആളാണ് നിങ്ങളുടെ ശത്രുസ്ഥാനം. കാരണം നിങ്ങൾ എവിടെയാണോ ഇരിക്കേണ്ടത് ആ ഇരിപ്പിടങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളെ ഇരിപ്പുറക്കൂല എന്ന് പറയില്ലേ, അത് ഉറപ്പിക്കില്ല. അങ്ങനെയുള്ള ഒരു എന്തോ സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ശത്രുസ്ഥാനത്തിരിക്കുന്നത്. എന്താ പറയാ, ഇപ്പൊ 2026 ആയിട്ടും ഇങ്ങനെയുള്ള ആളുകള് ഒന്നും പറയാനില്ല. കാരണം ഇതിൽ കൂടി നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമം, ഒരുപാട് എന്താ പറയാ, തലകറക്കം, തലവേദന, ഉറക്കമില്ലാത്ത രാത്രികള്, അബ്നോർമാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങള്, ദേഷ്യം ഒരുപാട് വരുന്നത്, ഒരുപാട് ആങ്സൈറ്റി, ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത പരിപാടികളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കൂടി മനസ്സിലാക്കുന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട വ്യക്തികൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഡെവിളാണ് എല്ലാത്തിനും ഒരു പരിപാടി. ഇത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്തിരി ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ നോക്കുന്ന ഒരു നേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ടാരോ കാർഡ് റീഡിങ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അസ്ട്രോളജി അങ്ങനെയുള്ള ആളുകളായിരിക്കാം, അതിനോട് കമ്പം ഉള്ള ആളുകളായിരിക്കാം. എന്താണെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുറിവ് മാറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്ന് ഹീലാക്കുന്ന ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. പുതിയ അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ആശങ്ക ഇവരെ നല്ല രീതിക്ക് ഭയപ്പെടുത്തുന്നുണ്ട്. ഈ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ച് ഇതിൻ്റെ അകത്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കുമോ? നിങ്ങൾ ഇതിൽ നിന്നൊരു മോചനം നേടുമോ? നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചർ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, നിങ്ങളെക്കാളും കൂടുതൽ, നിങ്ങളുടെ മക്കളെക്കാളും കൂടുതൽ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം ആലോചിച്ച് വട്ടായി പോകുന്ന ഒരു അവസ്ഥയും ഇതിൻ്റെ അത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. കാരണം നിങ്ങൾ എന്നും ഇതേപോലെ ഒരു തലകീഴായി കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്ന ഒരവസ്ഥ പോലെ, നിങ്ങൾക്ക് അനങ്ങാൻ പാടില്ലാത്ത ഒരവസ്ഥ പോലെ, മാനസിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രീതിയിൽ എന്നും അതുപോലെ തന്നെ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ശത്രുസ്ഥാനം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഇതിൽ നിന്നും ഒരു റിക്കവേർഡായിട്ട് പുതിയൊരു ജീവിതം, പുതിയൊരു സന്തോഷം, സമാധാനം, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കൽ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുമോ? ഈ പരിപാടികളൊക്കെ നിങ്ങൾ തിരിച്ച് അവർക്കിട്ട് കൊടുക്കുമോ? നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇവരെ നല്ല രീതിക്ക് ഉറക്കം കെടുത്തുന്നുണ്ട്. നല്ല കാര്യം. ഉറക്കം കെടുത്തട്ടെ. കാരണം ഇത് അവനവന്റെ കാര്യങ്ങൾ ആലോചിക്കാതെ
മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പലതും നിങ്ങൾക്ക് കിട്ടുമോ, സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടുമോ, നിങ്ങളുടെ വ്യക്തിയെ, ഇപ്പൊ കുടുംബജീവിതത്തിൽ പല ഭർത്താവ് നഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടവര്, റിലേഷൻഷിപ്പ് കാറ്റഗറിയിൽ നിങ്ങളുടെ വ്യക്തി നഷ്ടപ്പെട്ടവരെന്ന് ഉദ്ദേശിക്കുന്നത് പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ, നഷ്ടത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണമായിട്ടും നഷ്ടം ആയിട്ടുള്ള ആളുകളും ഇത് കാണുന്നുണ്ട്, പിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആളുകളും ഇത് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമോ? ആ ഒരു ടെൻഷൻ, മക്കള് വലിയ രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് പോയി അതൊക്കെ ഇവർക്ക് നിങ്ങള് സ്വപ്നത്തിന്റെ അവരുടേതായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ വല്ല ഒരു രീതിയിലോട്ട് നിങ്ങളുടെ ഈ ഒരു ശത്രുസ്ഥാനമായി പോകും. അത്രത്തോളം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് തിരിച്ചു വരാതിരിക്കാൻ, കാരണം ഞാനിവിടെ ഈ കാർഡ് വെച്ചപ്പോ അവിടെ ഒരു ബ്ലോക്ക് ആയിട്ട് വന്നത് ഈ പുള്ളിയാണ്, ബ്ലാക്ക് മാജിക്. നിങ്ങൾ ഇതിൽ നിന്നും മോചനം ഉണ്ടാവാതെ, അല്ലെങ്കിൽ ഒരു വഴി വിളക്ക്, നമുക്കിപ്പോ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ഒരു വഴി വിളക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഹെൽപ്പ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടരുത്, അല്ലെങ്കിൽ ആ വഴിവിളക്ക് നിങ്ങൾ, ആ വെളിച്ചം നിങ്ങൾ കാണരുത്. നമ്മളിപ്പോൾ എത്ര ഇരുട്ടിലാണെങ്കിലും ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ നമ്മൾ പിന്തുടരും. നമ്മൾക്കിപ്പോൾ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ ആ സഹായം നിങ്ങളെ കരപിടിച്ച് കയറ്റും. അപ്പൊ അത് നിങ്ങൾ കാണുമോ? അപ്പൊ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ബൗണ്ടറി തീർത്തു വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതാണ് ഇവിടെ നിങ്ങളുടെ ശത്രുസ്ഥാനം ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം നേടരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോഴുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കി ഉള്ള കാര്യങ്ങൾ. പണ്ട് മഹാഭാരതത്തിലെ ശകുനിയുടെ റോളെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിന് അങ്ങനത്തെ ഒരു റോളാണ് ഉള്ളത്. കാരണം ഇവിടെ എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് മുന്നിൽ വരുന്നത്. പക്ഷെ ഇവിടെ ഈ ശത്രുസ്ഥാനം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാൻ പറ്റാതെ നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. കാരണം നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളും നിങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ ചോർത്തി കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സൈഡിൽ തന്നെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ശത്രുസ്ഥാനം നിങ്ങളുടെ ലൈഫ് കാണുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടേതായിട്ടുള്ള വിശദ വിവരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ലാതെ ഒരിക്കലും ഇത്രയും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം അത്രയും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് നിങ്ങളുടെ ശത്രുസ്ഥാനം നിൽക്കുന്നത്. ആ കാര്യങ്ങൾ അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനോടായിരിക്കാം, കൂടെ നിൽക്കുന്ന ആളുകളോടായിരിക്കാം. ചിന്തിച്ചും കണ്ടും ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. മക്കളുടെ കാര്യമാണെങ്കിലും നിങ്ങളുടെ കാര്യമാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നതിന് ഒന്ന് ചിന്തിച്ച് ഷെയർ ചെയ്യുക. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ സത്യമായിട്ട് ഒരാളോട് ഒരു കാര്യം പറയും, അത് സത്യമായിട്ട് ലോകം മുഴുവനും അറിയും. സത്യമായിട്ട് അയ്യോ ആരോടും പറയല്ലേട്ടാ, ആ ശരി, അപ്പുറത്ത് അയ്യോ ദേ അവര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരോടും പറയല്ലേട്ടാ, അങ്ങനെ കുറച്ച് സത്യം ഇടുന്ന ടീമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടീമിനെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ വിവരങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങളുടേതായിട്ടുള്ള ആളുകളുടെ ആയിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒന്ന് കുറക്കുക. കാരണം നിങ്ങൾക്ക്
നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ആ വ്യക്തിനെ വിശ്വസിക്കും, ആരും ആയിക്കോട്ടെ. അത് അവരും എന്നെ അതുപോലെയാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മാത്രമാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ അവരോട് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആയിരിക്കും അയ്യോ അതൊന്നും ഷെയർ ചെയ്യണ്ടായിരുന്നു. കാരണം അപ്പോഴത്തേക്കും ഏകദേശം ആ പഞ്ചായത്ത് അറിഞ്ഞിട്ടുണ്ടാവും, സത്യമായിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. നമുക്കിപ്പോ ഒരാളെ സ്നേഹിക്കാൻ പറ്റും, പക്ഷെ സ്നേഹിക്കപ്പെടാനും വിശ്വസിക്കാനും ഒക്കെ അതൊക്കെ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മാത്രമാണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുക കേട്ടോ. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലാവരും വിശ്വസിച്ച്, ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിലുള്ള പല ആളുകളെയും നിങ്ങൾ നന്നായിട്ട് വിശ്വസിച്ച് അതിൽ നിന്ന് നിങ്ങൾ പണി വാങ്ങിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പോഴും അത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്താണെന്ന്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചിട്ടുണ്ട് ചില ആളുകളെ. അപ്പൊ അത് ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ കരിയറിന്റെ കാര്യം ആയിക്കോട്ടെ, ഫാമിലിയുടെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മക്കളുടെ കാര്യം ആയിക്കോട്ടെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം ഈ അണ്ടർഗ്രൗണ്ട് വഴി പോകുന്നുണ്ട്, പൈപ്പൊക്കെ പോകുന്ന അണ്ടർഗ്രൗണ്ട് വഴിയല്ലേ. വെള്ളം വരുന്നത് ഇതിൽ കൂടിയാണ്. നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ കൺവെട്ടത്താണ് വെള്ളം വരുന്നത്. അതിന്റെ കണക്ഷൻസ് പോകുന്നത് അണ്ടർഗ്രൗണ്ട് വഴിയാണ്. കാര്യം പിടിയിട്ടില്ലേ? അപ്പൊ അതാ ഇതിനൊക്കെ കർമ്മ ഉണ്ടോ എന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു കർമ്മ ഉണ്ടാവും. അത് മറ്റുള്ളവരുടെ തൊഴിലിനെ ബുദ്ധിമുട്ടിക്കുന്നത്, മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം ഇല്ലാണ്ടാക്കുന്നത്, എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും എല്ലാത്തിനും ഒരു കർമ്മ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. കാരണം ഇവിടെ പല കാര്യത്തിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് സയൻസ് തന്നിട്ടുണ്ട്, നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് എന്താ പറയാ, ഡബിൾ മൈൻഡായിട്ട് നിൽക്കും, ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും, ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കേണ്ട രീതിയിൽ. ചില ആളുകളൊക്കെ ഇറങ്ങിത്തിരിച്ച് ഏകദേശം റിക്കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ പൂർണ്ണമായിട്ടും മോചനമായിട്ടൊരു പുതിയൊരു കാര്യങ്ങളിലോട്ടൊക്കെ പോകും. ഓക്കെ, അപ്പം അത് നമ്മൾ ആ സയൻസ് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ അവിടെ തന്നെ ഇപ്പൊ ഈ പറയുന്നത് പോലെ പാമ്പം പാലത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ് ആന ബോണ്ട് ഒട്ടിച്ചിരിക്കുന്നത് പോലെ തലക്ക് കൈയും കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല. കാരണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. ഓക്കെ, ആരും വിഷമിക്കണ്ട. ചില റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. കുറച്ചല്ല, നല്ലോണം ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.